ഒരു ദിവസം ഒരിടവഴിയിൽ വെച്ച് കീറിപ്പറഞ്ഞ വസ്ത്രധാരിയായ ഒരു അന്ധയാചകൻ വിശുദ്ധ ഹാനിബാളിനോട് ഭിക്ഷയാചിച്ചു. വെറുതെ എന്തെങ്കിലും കൊടുത്തിട്ട് പോയാൽ പോരാന്ന് അദ്ദേഹത്തിന് തോന്നി. ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ശോചനീയ സ്ഥിതി നേരിട്ട് മനസ്സിലാക്കണമെന്ന് മനസ്സാക്ഷി മന്ത്രിച്ചുകൊണ്ടിരുന്നു. പട്ടം കിട്ടാറായ വൈദിക വിദ്യാർത്ഥി അന്നുവരെ തനിക്ക് അന്ധവും അജ്ഞാതവുമായിരുന്ന ഒരു ലോകത്തിലെത്തിച്ചേർന്നു. മെസീന നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള വൃത്തിഹീനമായ അവിഞ്ഞോണെ എന്ന ചേരിപ്രദേശത്ത്. എലിമാളങ്ങൾ പോലെയുള്ള മുറികളിൽ 100-ലധികം പേരാണ് വൃത്തികേടിലും ശോച്യാവസ്ഥയിലും കഴിഞ്ഞിരുന്നത്. മനുഷ്യമൃഗങ്ങളെ പാർപ്പിച്ചിരുന്ന വൃത്തികെട്ട ആല എന്നാണ് ആ സ്ഥലത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ദരിദ്രരെയും പാപികളെയും സ്നേഹിച്ച് അവരോടൊത്തിരുന്ന് സ്നേഹത്തിന്റെ പുത്തൻ സുവിശേഷം പങ്കുവച്ച് വിളവിന്റെ നാഥനെ സ്വന്തം ജീവിതത്തിലൂടെ പുനർജനിക്കാൻ ദൈവം കനിഞ്ഞരുളിയ വിളഭൂമിയായി ഹാനിബാൾ അവിഞ്ഞോണച്ചേരിയെ സ്വീകരിച്ചു. അങ്ങയ്ക്ക് ഭ്രാന്താണ്, കുടുംബത്തിനും പൌരോഹിത്യത്തിനും അപമാനമാണെന്ന് പലരും വിധിയെഴുതിയിട്ടും ഹാനിബാൾ തളർന്നില്ല. അവിഞ്ഞോണെ തെരുവിൽ സമാരംഭിച്ച ഉപവിപ്രവർത്തനങ്ങൾ ഇന്ന് റൊഗേഷനിസ്റ്റ് സന്യാസ വൈദികരും ഡിവൈൻ സീൽ സന്യാസിനികളും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഭാരതമണ്ണിലും ഊർജ്ജസ്വലരായി തുടരുന്നു. ദൈവവിളിക്കു വേണ്ടി, നല്ല വേലക്കാർക്കു വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല വേലക്കാരാകുക, അങ്ങനെ ഇരുളകറ്റുന്ന നിറദീപമാവുക എന്ന ചൈതന്യമാണ് ഇവർ ജീവിക്കുന്നത്. ജാതിമത വർഗഭേദമന്യേ അശരണർക്കും ആലംബഹീനർക്കും അത്താണിയും പ്രതീക്ഷയുമായും നിലകൊള്ളുകയാണിവർ ഭാരതമണ്ണിൽ. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് കരകയറാൻ പാടുപെടുന്നവർക്ക് വിദ്യാഭ്യാസം കിട്ടാക്കനിയാകുമ്പോൾ, സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട പുറംപോക്കുകളിൽ കുടിൽ കെട്ടി അന്നന്നേക്ക് വേണ്ട അന്നം സമ്പാദിക്കാൻ പാടുപെടുമ്പോൾ, ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണം മദ്യപാനത്തിന് ചിലവഴിച്ച് റേഷനരിയും കാത്തിരിക്കുന്ന കുടുംബത്തിന്റെ കണ്ണീരിലേക്ക്, പ്രതീക്ഷയുടെ കൈവിളക്കുമായി വിശുദ്ധ ഹാനിബാൾ അച്ഛന്റെ പുത്രീപുത്രന്മാരായ ഡിവൈൻ സീൽ സിസ്റ്റേഴ്സും റൊഗേഷനിസ്റ്റ് ഫാദേഴ്സും ആയിരക്കണക്കിന് കുട്ടികളെ പഠനത്തിനും യുവജനങ്ങളെ മൂല്യാധിഷ്ഠിതമായി വളർത്തുന്നതിനും അവരുടെ മാതാപിതാക്കളെ നേർവഴിയിലേക്ക് നയിച്ച് കുടുംബത്തിന്റെ സമഗ്ര വളർച്ചയ്ക്കുമായി പ്രവർത്തിക്കുന്നു. ഭാരതത്തിന്റെ നാനാഭാഗത്ത് കേരളത്തിലും ബംഗാളിലും ആന്ധ്രാപ്രദേശിലും ആയിരക്കണക്കിന് പാവപ്പെട്ട കുട്ടികൾക്ക് പ്രതീക്ഷ നൽകുകയാണ് വിശുദ്ധ ഹാനിബാളിന്റെ പുത്രീപുത്രന്മാർ. അനേകം നല്ല മനസ്സുള്ള ഉപകാരികളുടെ സഹായഹസ്തം ഇവരിലേക്കെത്തിച്ച് അനേകായിരം പാവപ്പെട്ടവർക്കും നിരാലംബർക്കും ആശ്വാസമാകുമ്പോൾ, വിളഭൂമിയിലേക്ക് നല്ല വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവർ ഈ പ്രാർത്ഥന സ്വജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കുന്നു. ഇവരോടൊത്ത് കൈകോർത്തു വളരാനും വളർത്താനും കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാനും വിശുദ്ധ ഹാനിബാൾ നമ്മെ ക്ഷണിക്കുന്നു. കൂപ്പുകരങ്ങളുമായി മുദാ കീർത്തനഗാനവുമായി സദാ നിൽപ്പൂ ഞങ്ങൾ നിൻ മുന്നിൽ വിശുദ്ധ താതാ ഹാനിബാൾ. കൂപ്പുകരങ്ങളുമായി മുദാ കീർത്തനഗാനവുമായി സദാ നിൽപ്പൂ ഞങ്ങൾ നിൻ മുന്നിൽ വിശുദ്ധ താതാ ഹാനിബാൾ. ജീവിതമലരങ്ങർപ്പിച്ചു ദൈവവിളിക്കായി മഞ്ഞിൽ, ജീവിതമലരങ്ങർപ്പിച്ചു ദൈവവിളിക്കായി മഞ്ഞിൽ. പാവങ്ങൾക്കും അനാഥർക്കും ദൈവിക നന്മകൾ വർഷിച്ചു. കൂപ്പുകരങ്ങളുമായി മുദാ കീർത്തനഗാനവുമായി സദാ നിൽപ്പൂ ഞങ്ങൾ നിൻ മുന്നിൽ വിശുദ്ധ താതാ ഹാനിബാൾ. പ്രാർത്ഥിക്കാം നമുക്ക്, നല്ല വേലക്കാർക്ക് വേണ്ടി പ്രയത്നിക്കാം നമുക്ക്, നല്ല വേലക്കാരാകാൻ. കർത്താവേ, അങ്ങയുടെ സഭയിലേക്ക് വിശുദ്ധരായ വേലക്കാരെ അയക്കണമേ. കൂപ്പുകരങ്ങളുമായി മുദാ കീർത്തനഗാനവുമായി സദാ നിൽപ്പൂ ഞങ്ങൾ നിൻ മുന്നിൽ വിശുദ്ധ താതാ ഹാനിബാൾ. കൂപ്പുകരങ്ങളുമായി മുദാ കീർത്തനഗാനവുമായി സദാ നിൽപ്പൂ ഞങ്ങൾ
തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരയക്കുന്നതിന് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന ദൈവികാഹ്വാനം ഉൾക്കൊണ്ട് ദൈവവിളിക്കുവേണ്ടി പ്രാർത്ഥിക്കുക, ദൈവവിളി പരിപോഷിപ്പിക്കുക എന്നതാണ് വിശുദ്ധ ഹാനിബാൾ സ്ഥാപിച്ച 2 സന്യാസ സമൂഹങ്ങളുടെയും ചൈതന്യം. വിശുദ്ധ ഹാനിബാളിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് പ്രത്യേകിച്ച് പാവങ്ങളും അനാഥരുമായവർക്കു വേണ്ടി വിദ്യാഭ്യാസം, കുടുംബ നവീകരണം, സാമൂഹ്യ സേവനം എന്നിവയിലൂടെ യേശുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ റൊഗേഷനിസ്റ്റ് ഫാദേഴ്സും ഡിവൈൻസിൽ സിസ്റ്റേഴ്സും ഇന്നു വളർന്നു പന്തലിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ബ്രസീൽ, ഫിലിപ്പീൻസ്, അമേരിക്ക, ഓസ്ട്രേലിയ, റുവാണ്ട, കാമറൂൺ, സ്പെയിൻ, കൊറിയ, ഇന്ത്യ, ഇന്തോനേഷ്യ, അൽബനിയ, ബൊളീവിയ, വിയറ്റ്നാം, മെക്സിക്കോ, അർജന്റീന എന്നീ രാജ്യങ്ങളിൽ തങ്ങളെ മുഴുവനായി ദൈവത്തിനും പാവങ്ങൾക്കുമായി സമർപ്പിച്ച് ദൈവവിളിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവവിളി പരിപോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ടുവരുന്നു. വയലുകളേറെ, വിളവുകളേറെ, കൊയ്യാനായിവിടെ ആരിതിനെന്നും കതിരുകളേകാൻ ധീരന് നൽകിടണേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധതാന കനിവാൻ, വിശുദ്ധതാന കനിവാൻ. അദ്ദേഹത്തിന്റെ ജീവിതവിശുദ്ധിയും സഭയോടും ദൈവജനത്തോടും കാണിച്ച അർപ്പണബോധത്തിന്റെയും ഫലമായി 2004 മെയ് 16 ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധഗണത്തിലേക്ക് ഉയർത്തി. 2010 ജൂൺ 7 വത്തിക്കാനിൽ സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഹാനിബാൾ അച്ഛന്റെ രൂപം ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യവും നല്ല വേലക്കാരായി ജീവിക്കേണ്ടതിനുള്ള ആഹ്വാനവും പ്രദാനം ചെയ്യുന്നു. കേരളത്തിൽ നിന്നുള്ള ഡിവൈൻസിൽ സന്യസ്ത സഭാംഗങ്ങളായ സിസ്റ്റർ മേരി ലില്ലി, സിസ്റ്റർ സീമ, റൊഗേഷനിസ്റ്റ് വൈദികരായ ഫാദർ ടോജി ഉള്ളാട്ടിക്കുളം, ഫാദർ ജോബി കാവുങ്കൽ എന്നിവരാണ് വിശുദ്ധ ഹാനിബാളിനെക്കുറിച്ച് വത്തിക്കാൻ റേഡിയോയുടെ ശ്രോതാക്കളോട് പങ്കുവച്ചത്.